ഏറിയ സന്തോഷം ഗ്രേറ്റർ ജോയ്. ദ സ്പിരിച്വൽ ജോയെക്കുറിച്ചാണ് പറയുന്നത്. ആത്മീക സന്തോഷമാണ്. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നെഹമ്യാവിനകത്ത് പറയുന്നൊരു വാക്യമാണ്, ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ, നെഹമ്യാ 8:10 അത് പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ആത്മാവിൽ ബലപ്പെടുത്തുകയും സന്തോഷിക്കാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ ജോയ് ഓഫ് ദ ലോർഡ് കംസ് ഫ്രം നോയിങ് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ കർത്താവിൻ്റെ വചനം അറിയുന്നതിൽ കൂടാണ് ദൈവത്തിൻ്റെ സന്തോഷം കടന്നിരുന്നത്. പുറമേ കാണുന്ന സന്തോഷമല്ല, നമുക്ക് കുറച്ച് സ്വർണ്ണം ഒരാൾ കൊണ്ടു തന്നു, അല്ലെ വലിയ വിലപിടിപ്പുള്ള വസ്ത്രം കൊണ്ടു തന്നു, അല്ലെ വിലപിടിപ്പുള്ള ഒരു പ്രസൻറ്റ്, അന്നേരമൊക്കെ നമുക്കൊരു സന്തോഷമുണ്ട്. അതല്ല ഞാനീ പറയുന്നത്. എന്നേക്കും നിലനിൽക്കുന്നതായ ആത്മീക സന്തോഷം, അകത്തുനിന്ന് ഈ വെള്ളത്തിനകത്ത്, കാനാവിലെ കല്യാണത്തിന് നിന്ന് വെള്ളം വീഞ്ഞായപ്പോൾ അതിനകത്ത് കുമ്പള പോലെ ജീവൻ പുറത്തു വന്നു. നമ്മളൊരു സോഡ എടുത്ത് ഒഴിക്കുമ്പോഴെന്ന് സംഭവിക്കും, വെള്ള കളറാണ്. വെള്ളം ഒഴിക്കുമ്പോൾ അതിനകത്ത് ബബിൾസ് പുറത്തോട്ട് വരും, അതിൽ ജീവനുണ്ടെന്ന് തോന്നിക്കും. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമ്മളാകുന്ന പാത്രത്തിൽ നിന്ന് ജീവൻ ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ജീവനായിട്ട് പറന്ന് ജീവനദി പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അത് ദൈവത്തിന് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് ദൈവം എന്നും നമുക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. ആർ വി റിയലി വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്? ആണോ? ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ? അപ്പോൾ ദ ജോയ് ഓഫ് ദ ലോർഡ് നഷ്ടപ്പെടുത്താൻ, ദൈവ സന്തോഷം നഷ്ടപ്പെടുത്താൻ പിശാച് ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് സന്തോഷം കൊടുത്തരും. അതായത് ദൈവത്തിൻ്റെ സന്തോഷത്തിനെ മാറ്റിയിട്ട് പിശാച് അവൻ്റേതായിട്ടുള്ള സന്തോഷങ്ങൾ കൊണ്ടുതരും. എക്സാമ്പിൾ, കുടുംബജീവിതം. ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു ഭവനത്തിനകത്ത് അതിരില്ലാത്ത സ്നേഹവും സന്തോഷവും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പിശാച് സമ്മതിക്കത്തില്ല. ഒന്നുകിൽ ഭർത്താവിനെ കള്ളു കുടിക്കാൻ വിടും, അല്ലെ ഭാര്യയ്ക്ക് എന്ത് കൊണ്ട് കൊടുത്താലും സംതൃപ്തിയില്ല. ഭർത്താവ് വിചാരിക്കും, ഇനി ഞാൻ ഇവളെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കേണ്ടത്? വഴക്കായി, ബഹളമായി, ഡിവോഴ്സായി, കുഞ്ഞുങ്ങൾ ഛിദ്രമായി, കാക്ക കല്ലെറിയുന്നത് പോലെയാക്കി മാറ്റും. കാരണം അവൻ നമ്മളെ നശിപ്പിക്കാൻ. പിശാചിന് പോലെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവുമുണ്ട്. അപ്പോൾ പിശാച് വന്നിട്ട് വേറൊരു സ്ത്രീയെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതോടുകൂടി ഭർത്താവിന് ഇഷ്ടമുണ്ടോ ഇല്ല, കുറച്ചിട്ട് സ്വാതന്ത്ര്യം കൂടുതൽ കാണിക്കുമ്പോൾ ഭാര്യ പിണങ്ങും, സംശയം, അല്ലെ ഭർത്താവിന് ഭാര്യയോട് സംശയമാണ്. ഇതൊക്കെ എന്താ ലാസ്റ്റ്ഫുൾ തോട്ട്സ് കയറി വരും. ദൈവത്തിന് ചേരാത്തതായിട്ടുള്ള ചിന്തകൾ, സംശയങ്ങൾ കയറി വരും. എന്തെങ്കിലും പറഞ്ഞിവൻ നമ്മുടെ സമാധാനവും സന്തോഷവും ഇല്ലാതാക്കും. അപ്പം ജോയ് ഓഫ് ദ ലോർഡ് എന്ന് പറയും ദൈവസന്തോഷത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് ജോയ്, JOY, ജീസസ്, അതേഴ്സ് ആൻഡ് യു. ആദ്യമേ നമ്മൾ ദൈവത്തിൻ്റെ സന്തോഷം വരണമെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ ജീസസ് ഉണ്ടാകണം, യേശു ഉണ്ടാകണം. അതേഴ്സ്, മറ്റുള്ളവർക്ക് നമ്മൾ മൂലം നന്മ വരേണ്ടതൊക്കെയാണ്. ആദ്യം നമ്മൾ ജീസസിനെ കൊണ്ട് നിറയ്ക്കുമ്പം നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യും. മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ കാര്യം നടത്തിത്തരും. അത് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്, വിശ്വസ്തതയാണ്. അതുകൊണ്ട് 3 തരത്തിലുള്ള സന്തോഷത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത് ആദ്യം മനസ്സിലാക്കുക. 1, ജോയ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ സന്തോഷം. 2, ജോയ് ഓഫ് ബീയിങ് ഫിൽഡ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന സന്തോഷം. 3, ദ ജോയ് ഓഫ് വെയിറ്റിംഗ് ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. മൂന്നാമത്തേത് ദൈവത്തിൻ്റെ തിരിച്ചു വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സന്തോഷം. ഇപ്പം നമ്മൾ മക്കളെ കാണാനായിട്ട് വർഷത്തിലൊരിക്കൽ നമ്മൾ സ്റ്റേറ്റ്സിൽ പോകും, അമേരിക്കയിൽ പോകാറുണ്ട്. പോയി കഴിഞ്ഞ് അവരുടെ കൂടെ നിൽക്കുന്ന സന്തോഷം വലുത് തന്നെയാണ്. പക്ഷെ പോകുന്നതിന് മുമ്പിലുള്ള പ്രിപ്പറേഷനിലൊരു സന്തോഷമുണ്ട്. അവർക്ക് എന്താണ് വേണ്ടിയത്, കൊണ്ടുപോകണം, അത് വാങ്ങിക്കണം, ഇത് എടുക്കണം, അതിലൊരു സന്തോഷമുണ്ട്. സംതിങ് ടു ലുക്ക് ഫോർവേഡ്. അങ്ങനെ തന്നെയാണ് ക്രിസ്തുവിൻ്റെ 2ാം വരവിന് വേണ്ടി നമ്മൾ ആകാംക്ഷയോടെ സന്തോഷത്തോടെ വെയിറ്റ് ചെയ്തു. ആർക്കാണ് ഇതൊക്കെ ചിന്തിക്കാൻ നേരമുള്ളത്? ലെറ്റ് മീ കം ബാക്ക്. ജോയ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമാണ്. സങ്കീർത്തനം 40:2 പറയുന്നത്, അവൻ എന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും ചെളിയിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു. 2ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സുസ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു, ദൈവത്തിൻ്റെ സ്തുതി തന്നെ. അതാണ് രക്ഷയുടെ സന്തോഷമാണ്. നമ്മളെ ഈ കുഴിക്കകത്തുനിന്ന്, നശിച്ചു പോകുന്നിടത്തുനിന്ന് പൊക്കിയെടുത്ത് ഉറച്ച പാറയാവുന്ന ക്രിസ്തുവിൽ നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അതാണ് രക്ഷയുടെ സന്തോഷം. അത് യെശയ്യാ 12:3 പറയുന്നുണ്ട്, നമ്മൾ രക്ഷയുടെ പാത്രത്തിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ രക്ഷയെന്ന് പറയുന്നതിന് അതിരില്ല. അത് എടുക്കും തോറും നമ്മളിൽ സന്തോഷം കൂടിക്കൊണ്ട് വരികയാണ്. യെശയ്യാ 12:3
3 ഇങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവയെങ്കിൽ നിന്ന് വെള്ളം കോരും. അത് സന്തോഷത്തിൻ്റെ അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ സന്തോഷം വരുന്നത്. അത് ഞാൻ ആദ്യം അനുഭവിച്ചു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കേരളത്തിൽ പഠിച്ചിട്ടുള്ളവർക്ക് നമ്മൾ ഒരിക്കലും ചിരിക്കത്തില്ല. ഒത്തിരി ചിരിച്ചാൽ പ്രശ്നമുണ്ടെന്ന് വീട്ടിൽ പഠിപ്പിച്ചും വെക്കുമായിരുന്നു. സോ വി ഹാഡ് എ ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. പള്ളിയിലൊക്കെ പോയി നമ്മൾ ഒത്തിരി ചിരിച്ചു പോയെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് വളർന്നു വന്നിരിക്കുന്നത്. ഞങ്ങൾ അറാംകോയിൽ, സൗദി അറാംകോയിൽ ചെന്നപ്പോൾ അവിടെ സ്ത്രീകളാണ് ഒന്നിച്ചുകൂടി. നമുക്ക് ആണുങ്ങൾ ജോലിക്ക് പോകുമ്പോൾ സ്ത്രീകൾക്ക് എത്ര പഠിത്തമുണ്ടെങ്കിലും അവിടെ ജോലിക്ക് പോകാനൊക്കത്തില്ല. കാരണം മുസ്ലിം കൺട്രി ആയതുകൊണ്ട് മിക്കവരും എല്ലാം അകത്തുള്ളവർക്കെല്ലാം എൻ്റെ ഹസ്ബൻഡ്സ് മേക്ക് ലോട്ട് ഓഫ് മണി. അതുകൊണ്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വചനം പഠിക്കാനായിട്ട് വളരെ നിഷ്ഠയായിട്ട് വചനം പഠിപ്പിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ അവർ നോക്കുമ്പോൾ ഇവർക്ക് ചൊവ്വാഴ്ച തോറും 2-3 സമയങ്ങളിൽ വചനം പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട്. ഇവരെപ്പോഴും സന്തോഷിക്കുക. അപ്പം ഞാൻ ഇവർക്ക് എന്തൊരു സന്തോഷമാണ്. നമ്മുടെ പള്ളികളിലൊന്നും ചെന്ന് ഇവരാരും സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതെന്തൊരു വിശ്വാസമാണ്. അതുകൊണ്ട് എനിക്ക് അവരോട് ആദ്യം ദേഷ്യമായിരുന്നു. പക്ഷേ ക്രമേണ നമുക്ക് സമയമുണ്ട്. ദൈവം തമ്പുരാൻ തന്നെ നിയോഗിച്ച് സമയം തരികയാണ്. പൗലോസിനെ പഠിപ്പിച്ചതുപോലെ നമ്മളെ വചനം പഠിപ്പിക്കാനായിട്ട് ഇവരുടെ കൂട്ടത്തിൽ നമ്മളെ വിടുകയാണ്. നമുക്ക് മനസ്സിലാക്കി അവർ സന്തോഷം അകത്തെ വചനത്തിനകത്തുള്ള സന്തോഷമാണ്, രക്ഷയുടെ സന്തോഷം. അവർക്ക് എപ്പോഴും എന്തെങ്കിലും പ്രയാസത്തിന് നടുക്ക് അവർ സന്തോഷിക്കുന്നത് കാണാം. അത് നമുക്കില്ല. നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആരും സന്തോഷിക്കത്തില്ല. എന്തോ സംതിങ് ഈസ് റോങ് വിത്ത് ദി അറ്റ്മോസ്ഫിയർ. അപ്പം നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു ആത്മാവ്. നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നാൽ അവർ ഒന്നുമില്ല മുല്ലപ്പൂവും വെച്ചുകൊണ്ട് അവർ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് സന്തോഷിച്ച് ചിന്തിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കെന്നും ഭാരം പറയാനേ നേരമുള്ളൂ. അപ്പം രക്ഷയുടെ സന്തോഷത്തിൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ നമ്മൾ പഠിച്ചില്ല എങ്കിൽ നമുക്കൊരിക്കലും സന്തോഷം ഉണ്ടാകുന്നില്ല. അത് യെശയ്യാ 12:35 അതുപോലെ തന്നെ, ഓ മൈ സോൾ ബി ഹാപ്പി, ക്രിസ്തുവിൽ സന്തോഷിക്കാൻ. സങ്കീർത്തനം 35:9 അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ സന്തോഷിക്കേണ്ട മക്കളാണ്. കർത്താവ് നമ്മളോട് പറയുന്നത്, എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. യഹോവയ്ക്ക് തുല്യനാരും. നമ്മൾ സന്തോഷിക്കേണ്ട ഒരുവനിലാണ്, യഹോവയിൽ. അത് നമ്മൾ നിർബന്ധമായിട്ട് ആ റൈറ്റ് സ്പോക്ക്, അതായത് കറക്റ്റായിട്ട് സെൻറ്ററിൽ യേശു ആയിരിക്കണം. ബാക്കിയൊന്നും ആ സ്ഥലം ഏറ്റെടുക്കരുത്. അത് നിർബന്ധമാണ് ദൈവത്തിന്. അതെന്തിനാ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല. അത് സൃഷ്ടിച്ച ദൈവം പറഞ്ഞു ഇതാണ് നിൻ്റെ സെൻറ്റർ. അത് മാനുഫാക്ചർ പറയുന്നെങ്കിൽ നമ്മളതങ്ങോട്ട് ചെയ്താൽ എന്താ കുഴപ്പം? അനുസരണം വരണം, ഞാനെന്ന ഭാവം മാറണം. അപ്പോൾ അത് തന്നെ രക്ഷയുടെ സന്തോഷം നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 51 ദാവീദ് കരയുന്നുണ്ട്, അയ്യോ എൻ്റെ ദൈവമേ, എനിക്ക് സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ തരണമേ. അങ്ങനെ സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ ദൈവം, എൻ്റെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. കാരണം പാപം ചെയ്തപ്പോഴത്തേക്ക് ദാവീദിന് സങ്കടം വന്നു, ആത്മാവിനെ വേദനിപ്പിച്ചു. ഉടനെ തന്നെ ദാവീദ് സങ്കടപ്പെട്ട് കരയുകയാണ്, രക്ഷയുടെ ആത്മാവിനെ എനിക്ക് തിരിച്ചു തരണമേ, ദൈവമേ നിർമ്മലമായൊരു ഹൃദയനിൽ സൃഷ്ടിച്ച് സ്ഥിരതയൊരു ആത്മാവിനെ എന്നെ പുതുക്കണമേ, എനിക്ക് രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അപ്പം നേരത്തെ സന്തോഷം ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. എപ്പോഴാണ്? പാപം ചെയ്തപ്പം. നമ്മൾ എപ്പം പാപം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന രക്ഷയുടെ സന്തോഷം. കള്ളു കുടിക്കാൻ എന്തിനാ പുരുഷന്മാർ പോകുന്നത്? ദൈവത്തിൻ്റെ രക്ഷാസന്തോഷത്തിൽ നിന്ന് മാറിപ്പോയി. കവചം മാറുന്ന നീ നഗ്നനാണ്, നിനക്ക് നഗ്നനാണെന്ന് നിനക്കറിയുകയും ചെയ്യാം. അത് മറയ്ക്കാൻ വേണ്ടി കള്ളു കുടിക്കുന്നുണ്ട്, കൂടുതൽ പാപത്തിലേക്ക് പോകുമല്ല അവരുമാണ്. പിന്നെ അമ്മമാരോ ഭാര്യമാരോ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരുന്നു, അത് വേറെ കാര്യം. ഒന്നാമത്തെ ജോയ് ഓഫ് സാൽവേഷൻ. രണ്ടാമത്തെ ജോയ് ഓഫ് ബീങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നിറയണം നമ്മൾ ആഗ്രഹിക്കണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുന്നതിനാണ് യെശയ്യാ 32 വാക്യങ്ങളെ വന്ന്, ചിന്തയില്ലാത്ത സ്ത്രീകളെ നിങ്ങൾ നെഞ്ചത്തടിച്ച് കരയുവിൻ, കരഞ്ഞിട്ട് എന്തിനാ? മുകളിൽ നിന്ന് ആത്മാവ് വരുവോളം നമ്മൾ, അതാണ് ജോയ് ഓഫ് ബീങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അത് നമ്മൾ ആഗ്രഹിക്കണം, ചോദിക്കണം. പെന്തക്കോസ്ത് ദിവസത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു കഴിഞ്ഞു. പക്ഷേ ആ പരിശുദ്ധാത്മ നമ്മളിൽ ഉണ്ട് എന്നും ആ പരിശുദ്ധാത്മാവിനെ എന്നും ജീവിപ്പിക്കണമെങ്കിൽ 4 നേരം ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ ആത്മാവിൻ്റെ ഭക്ഷണമാകുന്ന വചനം കൊണ്ട് നിറയ്ക്കണം. ദെയർ ഈസ് നോ ഷോർട്ട് കട്ട്. ആത്മാവിൻ്റെ നിറയ്ക്കുമ്പോൾ ഒന്നുകിൽ പള്ളിയിൽ പോയി ശുശ്രൂഷ അനുഭവിക്കുക, അല്ലെങ്കിൽ സഭയിൽ പോയിരിക്കുക, വചനം എവിടെ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്ക് ചിലപ്പോൾ വചനം ആരെങ്കിലും നമ്മുടെ ആത്മാവിനോട് ചേരുന്നത് സത്യവചനം കേൾക്കാൻ. സത്യവചനം കേൾക്കുന്നതിന് പ്രസംഗിക്കുന്ന, അല്ലാത്ത വചനം പ്രസംഗിക്കുന്ന രണ്ടാണേ. നമ്മളെ സന്തോഷിപ്പിക്കുന്ന വചനമല്ല, നമ്മളെ റീഡ് ചെയ്യുന്ന വചനം വെച്ച് നമ്മൾ ആത്മാവിലാണ്. മൂന്നാമത്തേത് ജോയ് ഓഫ് വെയിറ്റിംഗ് ഫോർ ദ പവർ ദ ഇൻകമ്മിങ്, അതായത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കണം.
അത് ഈ 102-ാം സങ്കീർത്തനത്തിനകത്ത് എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്. 102-ാം സങ്കീർത്തനകത്ത് പറയുന്നുണ്ട്, 6-ാം വാക്യത്തിൽ 102-ന്റെ 6 ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ ശൂന്യസ്ഥലത്തെ മൂങ്ങാ പോലെ തന്നെ ഞാൻ ഉറക്കളിച്ചിരുന്ന് വീടിൻ മുകളിൽ തനിച്ചിരുന്ന് കുരുകിൽ പോലെ. അതിങ്ങനെ ഈ കുരുകിലിനെ പോലെയും നമ്മൾ മൂങ്ങാ പോലെയും തനിയേ ഇരുന്ന് ഈ ആത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. നമ്മളത് ചെയ്യണം. കർത്താവേ, നിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞാൻ നോക്കിയിരിക്കുക. വേഴാമ്പൽ വെള്ളത്തിന് വേണ്ടി അതിൻ്റെ വാ കണ്ടിട്ട് വേഴാമ്പലിനെക്കാട്ടി ഒത്തിരി വലുതാണ്. അതിങ്ങനെ തുറന്ന് മരുഭൂമി വെച്ചുകൊണ്ടിരിക്കും, കാരണം എവിടുന്നെങ്കിലും വെള്ളം വരട്ടെ എന്നോർത്ത്. അത് രാത്രി കാലങ്ങളിൽ ഒരു മൂങ്ങ നോക്കിയിരിക്കുന്നത് പോലെ. ഇതൊക്കെ നമ്മൾ ഉപമകളായിട്ട് എഴുതി വെച്ചിരിക്കും. നമ്മുടെ ഹൃദയത്തിന് ഒരു തേസ്റ്റ് അല്ലെങ്കിൽ ഒരു ദാഹം അല്ലെങ്കിൽ ഒരു വാഞ്ച വരണം. ദൈവമേ, നിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ഞാൻ നോക്കിയിരിക്കുന്നു. എനിക്ക് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവരുടെ അമേരിക്കൻ ഫ്രണ്ടാണ്. അവരെപ്പോൾ എന്നെ കണ്ടാലും നമ്മൾ പറയും, ഒട്ടും സമയം വേണ്ടാത്തതിന് പറയൂല, അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ പറയും, കർത്താവ് വരാൻ വേണ്ടി ഞാൻ അത് ചെയ്ത് നോക്കിയെന്ന്, ഇത് ഞാൻ ഇന്ന് ചെയ്ത് യേശുവിൻ്റെ തിരിച്ചു വരവിൻ്റെ സമയം ഞാൻ അതുകൊണ്ട് ഈ പടം വരച്ച് വെച്ചിട്ടുണ്ട്. അവർ ഈ ബാങ്ക്വറ്റ് ഹോളിൻ്റെ ഒക്കെ പടം വരച്ചു. അപ്പോൾ ഞാൻ പറയും, ഇവരുടെ ഹൃദയത്തിൽ യേശു രണ്ടാം വരവ് നോക്കി മാത്രമാണ് ഇവരിയ്ക്കുന്നത്. പലപ്പോഴും ഞാൻ പറയും, എനിക്ക് ആ സന്തോഷം ഇല്ലല്ലോ എന്ന്. ഞാൻ ആത്മാവിൽ വരുന്നുണ്ട് ഇപ്പം. പക്ഷേ ആ സ്ത്രീയിൽ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ ഞാനത് കണ്ടു. കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കുക. അപ്പോൾ 3 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ അമിതമായ സന്തോഷത്തിന് ആവശ്യം. ജോയ് ഓഫ് സാൽവേഷൻ, ജോയ് ഓഫ് ബീയിങ് ഫിൽഡ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ കമ്മിങ് ഓഫ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ രക്ഷയുടെ സന്തോഷം, പരിശുദ്ധാത്മാവിൽ നിറയുന്ന സന്തോഷം. 3, കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നോക്കിയിരിക്കുന്ന സന്തോഷം. ഇതെല്ലാം ആത്മീയ ഗോളമാണ്. അത് നിറയുമ്പം ബാക്കിയെല്ലാം നിറഞ്ഞോളും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ് ആത്മാവിൻ്റെ സന്തോഷത്തിന് വേണ്ടി. ഈ ആത്മീയ സന്തോഷം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം, ഇതുകൂടാതെ ഒന്നും നേടത്തില്ലെന്ന്. ആത്മീയ സന്തോഷം എന്നും നശിപ്പിക്കാൻ പിശാച് ഓരോ മുഖാന്തരം കൊണ്ടുവരും. എന്തെങ്കിലും ഒന്ന് സന്തോഷിക്കാമെന്ന് വിചാരിക്കും, എങ്ങും ഇല്ലാത്ത ഒരു അവസാനം, വേണ്ടാത്ത ഒരു പന്ന വാർത്ത നമ്മുടെ മുമ്പിലെത്തും. അല്ലെ അപ്പുറത്ത് നടന്ന് ഇപ്പുറത്ത് നടന്ന്, അല്ലെ അവിടെ ഒരു സൂയിസൈഡ് നടന്ന് ഇങ്ങനെ ഓരോന്നും കേട്ട് നമ്മുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒന്നിലൊന്ന് ഉറച്ചിരിക്കാൻ, മുറിക്കകത്ത് അത് വേഴാമ്പൽ വെള്ളത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നത് പോലെ, കുരുകിൽ തൻ്റെ ഇണയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്നത് പോലെ, മൂങ്ങ രാത്രി തോറും ഉടങ്ങുന്നിരിക്കുന്നത് പോലെ നിനക്ക് വേണ്ടി, എൻ്റെ ആത്മാവിന് വേണ്ടി നോക്കിയിരിക്കാനുള്ള കൃപ. ബീയിങ് ഫീൽഡ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ എന്നറിയാം. രണ്ടാമത്തെ നിൻ്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടെ നോക്കിയിരിക്കാൻ. എപ്പോഴാണ് ഒരുക്കം എന്ന് പറയുക? 10 കന്യകമാരിൽ 5 പേരുടെ കയ്യിൽ ഇഷ്ടം പോലെ എണ്ണയുണ്ടായിരുന്നു. ആ എണ്ണ അഭിഷേകമാണ്. ആ അഭിഷേകം നിറഞ്ഞു നോക്കിയിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരും പഠിപ്പിക്കണം. ഇത് പ്രായമുള്ള സ്ത്രീകൾ ചെറുപ്പക്കാരെ പഠിപ്പിക്കേണ്ട ടോപ്പിക്കാ. പക്ഷേ തനിയെ ഇതൊന്നും ഉണ്ടാകത്തില്ല. ഞങ്ങളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ തക്കവണ്ണം ഒരു വലിയ വേദി അപ്പച്ചൻ തുറന്നു വെച്ചിരിക്കുന്നതിന് സ്തോത്രം. അനേക കുടുംബങ്ങളിൽ ഇത് തലമുറയായിട്ട് പാസ് ഓൺ ചെയ്യണം. കർത്താവേ, ഞങ്ങൾ അഭിഷിക്തന്മാരായിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധ എണ്ണ വഹിക്കുന്നവരായിട്ട് അനേക മക്കൾക്ക് കൊടുക്കുന്നവരാക്കി തീരുവാൻ ഞങ്ങളുടെ ഭരണിയിൽ നിറഞ്ഞു തുളുമ്പുന്ന പോലെ എണ്ണ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥൻ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. തലമുറമേൽ ഇത് വീഴുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.